ഇതുപോലത്തെ നല്ല പാകമായ പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കാം. ടേസ്റ്റിക്കൊപ്പം നല്ല ഹെൽത്തിയും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ടാണ് മിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. മൈദയും ചേർക്കാനായിട്ട് പറ്റും, പക്ഷേ ഹെൽത്തി ആവുന്നത് ഗോതമ്പ് പൊടിയായിരിക്കും. നല്ല മധുരമുള്ള പഴമായ കാരണം ഷുഗർ ഒട്ടും ചേർത്തിട്ടില്ല. ഇനി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ തിരിച്ച് മറിച്ചെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയുള്ള രണ്ടാൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സക്സസ് ആയി എന്ന് വിചാരിക്കുന്നു. പാകേറിയിട്ടുള്ള ഏത് ടൈപ്പ് പഴം വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. റോബസ്റ്റോ, നേന്ത്രപ്പഴമോ, ചെറുപഴമോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പാകേറിയ പഴമൊന്നും ആരും വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ നല്ല നല്ല റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് പാകേറിയ പഴമാണ് വേണ്ടത്.